കണ്ണൂർ പയ്യന്നൂരിൽ CPM-ലെ വിഭാഗീയത തെരുവിലേക്കും. നഗരത്തിൽ പാർട്ടി പയ്യന്നൂർ ഏരിയ നേതൃത്വത്തിനെതിരെ വീണ്ടും ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. ഏരിയ സെക്രട്ടറി P. സന്തോഷ്, മുൻ MLA C. കൃഷ്ണൻ, DYFI ജില്ലാ സെക്രട്ടറി സരിൻ ശശി എന്നിവർക്കെതിരെ സേവ് CPIM എന്ന പേരിലാണ് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. അജീഷ്, വലിയ വിമർശനം ഈ ഫ്ലക്സ് ബോർഡിൽ തന്നെ കാണാനാകുന്നുണ്ട്. CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുക, നിങ്ങൾ തോൽപ്പിച്ചതൊരു വ്യക്തിയെ അല്ല ഒരു പ്രസ്ഥാനത്തെയാണ് എന്നുള്ളതാണ് ആ ഫ്ലക്സ് ബോർഡിൽ കാണുന്നത്. നിങ്ങൾക്ക് മാപ്പില്ല എന്ന് തുടങ്ങി ഫ്ലക്സ് ബോർഡിൽ അതിരൂക്ഷ വിമർശനമാണ് നേതൃത്വത്തിനെതിരെ ഉയർന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ പാർട്ടിയുടെ ദയനീയമായ തോൽവിക്കെതിരെ കണ്ണൂരിൽ വിവിധയിടങ്ങളിൽ സമാനമായ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ണൂർ പയ്യന്നൂരിലാണ് CPIM-ലെ വിഭാഗീയത തെരുവിലേക്കും ഇറങ്ങിയിരിക്കുന്നത്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജീഷ്, വലിയ വിമർശനം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഈ പയ്യന്നൂരിലെ തോൽവി, അതോടൊപ്പം തന്നെ ജില്ലയിലെ ആകമാനമുണ്ടായിരുന്ന തോൽവിയെക്കുറിച്ച് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫ്ലക്സ് ബോർഡ് വരികയാണ്. എന്തൊക്കെ ഈ ഫ്ലക്സ് ബോർഡിൽ പറയുന്നു? എന്തായാലും ഈ പയ്യന്നൂരിൽ പതിറ്റാണ്ടുകളായി തന്നെ വലിയ വിഭാഗീയത ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ വീണ്ടും രൂക്ഷമായ വിഭാഗീയത പരസ്യമായി തെരുവിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഒരു ഫ്ലക്സ് ബോർഡ് വീണ്ടും ഉയർന്നിട്ടുണ്ട്. നിലവിലെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അതേപോലെ തന്നെ അവിടുത്തെ ഭാരവാഹികൾക്കെതിരെയാണ് ഈ ഫ്ലക്സ് ബോർഡിൽ ആരോപണം ഉന്നയിക്കുന്നത്. നിലവിലെ ഏരിയ സെക്രട്ടറി P. സന്തോഷ്, അതേപോലെ തന്നെ പയ്യന്നൂരിലെ മുനിസിപ്പൽ ചെയർമാൻ സരിൻ ശശി, DYFI ജില്ലാ സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹത്തെ അടക്കം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നാണ് ഈ ഫ്ലക്സ് ബോർഡിൽ ആവശ്യപ്പെടുന്നത്. ജില്ലാ കമ്മിറ്റി ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ പയ്യന്നൂരിൽ പാർട്ടി ഉണ്ടാവില്ലെന്നും ഈ ഫ്ലക്സിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സേവ് CPM എന്ന പേരിലാണ് ഈ ഫ്ലക്സ് ബോർഡ് ഉയർന്നിട്ടുള്ളത്. എന്തായാലും പയ്യന്നൂരിലെ കഴിഞ്ഞ ദിവസം ഏരിയ കമ്മിറ്റി യോഗത്തിലും ഈ ഇരുപക്ഷവും ചേരി തിരിഞ്ഞ് ഉള്ള വിഭാഗീയത ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ നടത്തിയിരുന്നു. TI മസൂദിനെ പിന്തുണയ്ക്കുന്നതിനൊപ്പം തന്നെ എതിർപക്ഷത്തുള്ളവരും പരസ്പരം വാക്പോര് നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അതിന്റെ വിഭാഗീയത പരസ്യമായി തെരുവിലേക്ക് എത്തിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.